നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് മാധ്യമപ്രവർത്തകരെ കാണുകയാണ് എന്റെ തത്സമയം. അയാളെ പോലീസിൽ നിന്ന് ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. എന്താ പറഞ്ഞത്? പിന്നെ ഞങ്ങളായിട്ട് കളിച്ചാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരെണ്ണം കാണില്ല എന്ന് ക്രിമിനലുകൾ പറഞ്ഞത് യാഥാർത്ഥ്യമായി. 2 SIമാരെ, വനിതാ SIയെയും ട്രാൻസ്ഫർ ചെയ്തു ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന നടപടിയാണ്. എങ്ങനെയാണ് പോലീസ് ജോലി ചെയ്യുന്നത് കേരളത്തിൽ? പോലീസ് ജോലി ചെയ്യുമ്പോൾ പോലീസിനെ ഉപദ്രവിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ബലം പ്രയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ മോചിപ്പിക്കുന്നു. ഞങ്ങളോട് കളിച്ചാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതനുസരിച്ച് പാർട്ടി നേതൃത്വം ഗവൺമെൻറ്റിനെ അറിയിച്ച് ആഭ്യന്തര വകുപ്പ് ഈ ഉദ്യോഗസ്ഥന്മാരെ, ആക്രമണത്തിന് വിധേയരായ ഉദ്യോഗസ്ഥന്മാരെ അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. നിരവധി പേരാണ്, നിരവധി പ്രവർത്തകരാണ്. അതായത് ചെറുപ്പക്കാർ, ഈ FIRൽ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ചെറുപ്പക്കാർ സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നത് കണ്ട് വനിതാ SI പറയാണ്, അവരോട് മാറി നിൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം മാറി നിൽക്കാതെ ആവുമെങ്കിൽ മാറ്റിക്കോ എന്ന് കയർത്ത് സംസാരിച്ച ചെറുപ്പക്കാരൻ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ പേര് മാറ്റി പറഞ്ഞു. എങ്കിലും അയാളെ മനസ്സിലായി. അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ബലപ്രയോഗത്തിലൂടെ പോലീസ് വാഹനത്തിൽ കയറ്റുകയും തുടർന്ന് 15ഓളം പേരും എനിക്ക് പരിചയമുള്ള ആളുകളും ഉൾപ്പെടെ 40ഓളം പേര് വന്നു ചേർന്ന് പ്രതിയെ ബലമായി മോചിപ്പിച്ചുകൊണ്ടാണ് പോയത്. പിന്നെ പോലീസിനെതിരെ അസഭ്യവർഷമാണ്. അത് ഞാൻ വായിക്കുന്നില്ല. FIR തന്നെ ഉണ്ട്. പോലീസിനെതിരായിട്ടുള്ള അസഭ്യവർഷം. ഈ പിണറായി വിജയൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി CPMൻ്റെ ക്രിമിനലുകൾ. എന്നിട്ട് അവർക്കെതിരായി നടപടിയെടുക്കാതെ സംഘടനാപരമായ നടപടിയോ കണ്ണൂരിലെ ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ തർക്കം, അത് പോലീസുകാരെ CPM പ്രവർത്തകർ വെല്ലുവിളിക്കുന്നതും ഇവിടെ തുപ്പിയുണ്ടാകില്ല എന്ന് പറയും, ഈ സ്ഥാനത്ത് ഇരിക്കില്ല എന്ന് വെല്ലുവിളിക്കുന്ന പ്രമേയമായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അത് സ്പീക്കർ നിഷേധിച്ചതോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അവരെ സ്ഥലം മാറ്റുകയും ചെയ്തത്. 2 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ CPM പ്രവർത്തകരുടെ ഭീഷണിക്ക് പിന്നാലെ സ്ഥലം മാറ്റിയത്. അതുകൊണ്ടാണ് പോലീസ് സംവിധാനത്തെ ഭരിക്കുന്നത് പാർട്ടിയാണോ സർക്കാരാണോ എന്ന ചോദ്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്.